നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ കേസെടുക്കാൻ ഇഡി. SFIOയിൽ നിന്ന് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടു. രേഖകൾ കിട്ടിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക. കോഴിക്കോട് താമരശ്ശേരി ഷിബില കൊലക്കേസുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. കണ്ണൂർ DIGയുടേതാണ് നടപടി. കൊല്ലപ്പെടുന്നതിന് മുൻപ് ഷിബിലയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു നടപടി. IAS തർക്കത്തിൽ N പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട N പ്രശാന്ത് IASന് നോട്ടീസ് നൽകി. വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ മൂന്നാം പ്രതി ആനന്ദകുമാറിന് ജാമ്യമില്ല. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ വഞ്ചിച്ചെന്നാണ് ആനന്ദകുമാറിനെതിരെയുള്ള കേസ്. തട്ടിപ്പിൽ പങ്കില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ആനന്ദകുമാർ അറിയിച്ചെങ്കിലും കോടതി ഇത് കണക്കിലെടുത്തില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടും CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നു. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ശക്തമാക്കുന്നു. ഏപ്രിൽ 12-ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. റാണയുമായുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. റാണയെ പാർപ്പിക്കുന്നതിനായി ഡൽഹിയിലെയും മുംബൈയിലെയും 2 ജയിലുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരായേക്കും. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. AICC സമ്മേളനത്തിന് അഹമ്മദാബാദിലെ സബർമതി തീരത്ത് തുടക്കം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി, വിദേശകാര്യ നയം, ഇന്ത്യ-ചൈന അതിർത്തി വിഷയം തുടങ്ങിയവയിലെ പ്രമേയങ്ങളാണ് സമ്മേളനത്തിന്റെ പരിഗണനയ്ക്കെത്തുക. റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം പ്രഖ്യാപിച്ചു. റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ബാന്ദ്ര പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയുടെ ലക്ഷ്യം മോഷണമെന്നും നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങൾ പ്രതി ഷെരീഫുൽ ഇസ്ലാമിന്റേത് തന്നെയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. UAE ഉപപ്രധാനമന്ത്രിയും ദുബായ് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ബംഗാളിൽ പ്രതിഷേധം. ബംഗാളിലെ മുർഷിദാബാദിലാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാർ പ്രധാന റോഡുകൾ ഉപരോധിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് വാഹനങ്ങൾക്ക് തീയിടുകയും പോലീസിനെതിരെ കല്ലെറിയുകയും ചെയ്തു. ഇന്ത്യയടക്കം 86 രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകര തീരുവകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലാകുക. ഇന്ത്യക്ക് 29% അമേരിക്ക പകര തീരുവ ചുമത്തിയത്. രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്ന ബിൽ പാസാക്കാൻ US സ്റ്റേറ്റ് കോൺഗ്രസിൽ നീക്കം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ബിൽ കോൺഗ്രസിൽ അവതരിപ്പിച്ചു. OPT സൗകര്യം വഴി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം 3 വർഷം വരെ US-ൽ താമസിച്ച് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു.
ഇറാൻ അമേരിക്ക ആണവ ചർച്ച ശനിയാഴ്ച ഒമാനിൽ. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഒമാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒമാനിൽ ശനിയാഴ്ച ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ടെഹ്റാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ടൊറന്റോയിലെ BPS സ്വാമിനാരായൺ മന്ദിർ സന്ദർശിച്ചു. ശ്രീരാമന്റെയും ശ്രീ സ്വാമിനാരായണന്റെയും ജന്മവാർഷികമായ രാമനവമി, സ്വാമിനാരായൺ ജയന്തി എന്നിവ അനുബന്ധിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് സൗജന്യമായി വൈദ്യുതിയും മൊബൈൽ റീചാർജും പെട്രോൾ ചെലവിനുള്ള തുകയും നൽകുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകി മേഘാലയ മന്ത്രിസഭ. പദ്ധതി പ്രകാരം പ്രതിമാസം 1000 യൂണിറ്റ് വൈദ്യുതിയും 4200 രൂപയുടെ മൊബൈൽ ചാർജിംഗ് അലവൻസും 100 ലിറ്റർ പെട്രോൾ ചെലവിനുള്ള തുകയുമാണ് സൗജന്യമായി ലഭിക്കുക. 2013 റിട്ടയേർഡ് ജഡ്ജിമാരുടെ സെക്രട്ടേറിയൽ അസിസ്റ്റൻസ് ആൻഡ് ഡൊമസ്റ്റിക് ഹെൽപ്പ് റൂൾ പ്രകാരമാണ് പുതിയ പദ്ധതി. ജപ്പാനിലെ നാൻകായി ഭൗമഘടനയിൽ വരും കാലത്ത് ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ജാപ്പനീസ് സർക്കാർ. ഇതുമൂലം സുനാമി പരമ്പര ഉടലെടുക്കുമെന്നും ജാപ്പനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. 9 തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ പറയുന്നത്. 3 ലക്ഷം പേരുടെ മരണം, $1.81 ട്രില്യൺ സാമ്പത്തിക നഷ്ടം, കെട്ടിടങ്ങളുടെ നാശം തുടങ്ങിയവ ഇതുമൂലം ഉണ്ടാകുമെന്നും ജപ്പാൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പാക്കേജിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ നിർത്തലാക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവും ലിബറൽ നാഷണൽ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ പീറ്റർ ഡ്യൂട്ടൺ. ഇതു സംബന്ധിച്ച് വിളിച്ച വാർത്താസമ്മേളനത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും ഡ്യൂട്ടൺ വ്യക്തമാക്കി. ആരോഗ്യമേഖലയ്ക്ക് അഭിമാനമാകുന്ന നേട്ടവുമായി ബ്രിട്ടൻ. സഹോദരിയിൽ നിന്ന് ലഭിച്ച ഗർഭപാത്രത്തിൽ ആദ്യ കുഞ്ഞിന് ബ്രിട്ടനിലെ യുവതി ജന്മം നൽകി. നോർത്ത് ലണ്ടനിലെ സ്കോട്ടിഷ് യുവതി ഗ്രേസിനും ആൻഗസിനുമാണ് സഹോദരി എയ്മിയിൽ നിന്ന് ലഭിച്ച ഗർഭപാത്രത്തിൽ കുഞ്ഞ് പിറന്നത്. 2023 ഗ്രേസ് സഹോദരിയുടെ ഗർഭപാത്രം സ്വീകരിച്ചത്. ഗർഭപാത്രം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ രാജ്യത്തെ 15 ക്ലിനിക്കൽ ട്രയലുകളിൽ ഒന്നായിരുന്നു ഇത്. റമദാൻ സീസണിൽ സൗദി അറേബ്യയിലെ 4 വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്തത് 6.8 ദശലക്ഷത്തിലധികം യാത്രക്കാരെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര വിമാനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം 2.1 ദശലക്ഷവും ആകെ വിമാനങ്ങളുടെ എണ്ണം ഏകദേശം 40,000-വുമായി. കേംബ്രിഡ്ജ് മേയറും ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്ററുമായ ബൈജു തിട്ടാലയ്ക്ക് ഇറ്റലി ഓണററി പൗരത്വം നൽകി ആദരിച്ചു. ജോലി, വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിബദ്ധത എന്നിവയ്ക്കാണ് ബൈജുവിന് ഇറ്റലിയിൽ ഓണററി പൗരത്വം നൽകിയതെന്ന് മേയർ ലേഖകനോട് പറഞ്ഞു. ഏകദേശം 100 ടൺ ഭാരമുള്ള മുതലകളെ ലേലത്തിന് വെച്ച ചൈനീസ് കോടതി. 4.7 ലക്ഷം രൂപയ്ക്കാണ് മുതലകളെ ലേലത്തിന് വെച്ചിരിക്കുന്നത്. മുതലയെ വാങ്ങുന്നവർ നേരിട്ട് വന്നിവയെ കൈപ്പറ്റണമെന്നും ലോഡിംഗ് ചാർജ്, ഗതാഗതം എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും വഹിക്കണമെന്നും ഷെൻഷൻ നാഷണൽ പീപ്പിൾസ് കോടതി ഉത്തരവിട്ടു. കണ്ണൂരിൽ കാട്ടുതേനീച്ചയുടെ കുത്തേറ്റ് അംഗനവാടി ടീച്ചർക്ക് പരിക്ക്. പന്നിയോട് അംഗനവാടിയിലെ അധ്യാപിക ചെന്നപ്പോയിൽ സ്വദേശി N ശ്രീദേവിക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. വനത്തിലൂടെ അംഗനവാടിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു തേനീച്ചയുടെ ആക്രമണം. തേനീച്ചക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അധ്യാപിക സമീപത്തെ കുളത്തിൽ ചാടിയെങ്കിലും ദേഹമാസകലം കുത്തേറ്റിരുന്നു. അബോധാവസ്ഥയിലായ ശ്രീദേവിയെ കുത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിലെ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങുന്നത് തുടർക്കഥയാകുന്നു. പ്രദേശത്തെ കർഷകരടക്കം കരടി ഭീതിയിലാണ്. കരടി അടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് കർഷകർ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്ത് കരടി ശല്യം വ്യാപിച്ചു വരികയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. 7.25 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ താനാർപ്പറ സ്വദേശി നയൻ ഖാനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവേലിക്കുന്നത്ത് ഇയാൾ നടത്തുന്ന മീൻകടയിൽ ഫ്രിഡ്ജിനകത്ത് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ആലപ്പുഴയിൽ 2 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കേസിൽ നേരത്തെ പിടിയിലായ തസ്ലിമയുടെ ഭർത്താവ് സുൽത്താനാണ് അറസ്റ്റിലായത്. ചെന്നൈയിലെ എന്നൂരിൽ നിന്നാണ് ഇയാളെ എക്സൈസ് പിടികൂടിയത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സുൽത്താനാണെന്ന് എക്സൈസ് അറിയിച്ചു. തായ്ലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്.
തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയയാൾ പിടിയിൽ. കാവിൽക്കടവ് സ്വദേശി നൂറുദ്ദീനാണ് പിടിയിലായത്. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ട്രീറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻഡ്സ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻഡ്സും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്നും കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ചെറുതുരുത്തിയിൽ നിരവധി കേസുകളിൽ പ്രതികളായ സഹോദരങ്ങൾക്കെതിരെ കാപ്പ ചുമത്തി. ചെറുതുരുത്തി സ്വദേശികളായ ഷജീർ, റജീബ് എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയും പ്രകാരമുള്ള കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ. എടക്കുളം സ്വദേശി മിഥുൻ, കണ്ടേശ്വരം സ്വദേശി വിഷ്ണു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കാട്ടുങ്ങച്ചിറ സ്വദേശി ജ്യോതിഷിനെയാണ് പ്രതികൾ കരിങ്കല്ലുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് മിഥുൻ പിന്മാറിയതിൽ നിന്നുള്ള മുൻവൈരാഗ്യമാണ് ഇതിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അനധികൃത മദ്യവിൽപ്പന നടത്തിയയാൾ പിടിയിൽ. കയ്പമംഗലം സ്വദേശി ബൈജുവിനെയാണ് പോലീസ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 3.750 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി. ഇടുക്കി ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. ആക്രമത്തിൽ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിന്റെ ചില്ലുകളും സംഘം അടിച്ചു തകർത്തു. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കോഴിക്കോട് കൊളത്തറയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയുടെ അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ഹാളിനാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മീൻചന്തയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയാണ് തീയണച്ചത്. മലപ്പുറം നീലിയാടിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മരത്തിലും പാതയോരത്ത് സ്ഥാപിച്ച സൈൻ ബോർഡുകളിലും ഇടിച്ചു. പോലീസിന്റെ ബാരിക്കേഡും കാർ ഇടിച്ചു തെറിപ്പിച്ചു. നീലിയാടിൽ നിന്നും കുമരനെല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട KSE ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറിയാണ് ലോഡിന്റെ ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് മറിഞ്ഞത്. പാടത്തേക്ക് മറിയാതെ ലോറി റോഡരികിലെ ബാരിക്കേഡിൽ തങ്ങി നിന്നതിനാൽ അപകടം ഒഴിവായി. തൃശൂരിൽ റോഡരികിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ലോറിയിടിച്ച് മരിച്ചു. കാളത്തോട് സ്വദേശി സിജോ തിമോത്തിയാണ് മരിച്ചത്. റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കുന്നതിനായി ബൈക്ക് നിർത്തി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതുവഴി വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. സിജോയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ഇന്നോവ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടമുണ്ടായത്. വടക്കേ സ്റ്റാൻഡ് ഭാഗത്ത് നിന്നും അശ്വിനി ജംഗ്ഷൻ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പഴയ ലക്കിടി സ്വദേശി വിശ്വജിത്താണ് മരിച്ചത്. അയൽവാസികളുടെ കൂടെ ഡാമിലെത്തിയ 12-കാരൻ കൂട്ടുകാർ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി അടിമാലിയിൽ മരം വീണ് ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. പീച്ചാടിലെ ഏലത്തോട്ടം എസ്റ്റേറ്റിലെ സൂപ്പർവൈസറും കട്ടപ്പന സ്വദേശിയുമായ സതീശനാണ് മരിച്ചത്. ഏലത്തോട്ടത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണാണ് അപകടം. തൃശൂർ ചേർപ്പിൽ കുപ്രസിദ്ധ ഗുണ്ടയും കൂട്ടാളികളും റിമാൻഡിൽ. എളംതുരുത്തി സ്വദേശി അമിത് ശങ്കർ, കാട്ടൂർ മുനയം സ്വദേശികളായ ബാലു, അഭിജിത്ത്, പ്രബിൻ, കാനാട്ടുകര സ്വദേശി വിജിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് വ്യക്തമാക്കി. തൃശൂർ വാടാനപ്പള്ളിയിൽ അത്യാസന്ന നിലയിലായ രോഗിയെയും കൊണ്ടുപോയ ആംബുലൻസ് 10 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ വലപ്പാട് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസാണ് ചുങ്കം സ്റ്റോപ്പിനടുത്ത് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലഞ്ഞത്. വിനോദ് എന്നെ സംവിധാനം ചെയ്ത ചിത്രം ബസൂക്ക നാളെ തിയേറ്ററുകളിലെത്തും.
മമ്മൂട്ടി നായകനായ ചിത്രത്തിന്റെ സെൻസർ വിശദാംശങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ലഭിച്ചു. LSD എന്ന വാക്ക് മാറ്റി സ്ഥാപിക്കുക, ചില അസഭ്യവാക്കുകൾ നിശബ്ദമാക്കുക എന്നിവയുൾപ്പെടെ ചിത്രത്തിന്റെ 6 ഭാഗങ്ങളിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിൻ നായകനായ ചിത്രം ആലപ്പുഴ ജിങ്കാന നാളെ തിയേറ്ററുകളിലെത്തും. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചത്. ചിത്രത്തിന്റെ രചന ഖാലിദ് റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. കോമഡി ചിത്രമായ മരണമാസ് നാളെ തിയേറ്ററുകളിലേക്ക്. ബേസിൽ ജോസഫ് നായകനായ ചിത്രത്തിന്റെ സംവിധായകൻ ശിവപ്രസാദാണ്. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശിവപ്രസാദും സിജു സണ്ണയും ചേർന്നാണ്. വാഴ ചിത്രത്തിന്റെ 2ാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസിന്റെ ചിത്രീകരണം ആരംഭിച്ചു. നവാഗതനായ സഹിൻസ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും വിപിൻ ദാസാണ് നിർവഹിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഹാഷിറും ടീമുമാണ് ചിത്രത്തിലെ നായകന്മാർ. തമിഴ് നടൻ അജിത് നായകനായി എത്തുന്ന ആക്ഷൻ ഡ്രാമ ത്രില്ലർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി നാളെ തിയേറ്ററുകളിലെത്തും. ആദിക് രവിചന്ദ്രൻ സംവിധായകനായ ചിത്രത്തിലെ നായിക തൃഷ കൃഷ്ണനാണ്. ചിത്രത്തിന്റെ സെൻസർ നടപടികൾ പൂർത്തിയായതായും ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് ലഭിച്ചതായും നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സീസണിലെ 3ാം ജയം ലക്ഷ്യമിട്ടാണ് രാജസ്ഥാൻ ഇറങ്ങുന്നത്. ആലപ്പുഴ മാവേലിക്കര IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ് വിഷയങ്ങളിൽ UG കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 31 ദിവസത്തെ സൗജന്യ തയ്യൽ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. 18നും 45നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 11 രാവിലെ 10:30 പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ദേവികുളത്ത് നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KM ബാബു ഉദ്ഘാടനം ചെയ്തു. പറവകൾക്ക് തണ്ണീർക്കുടം ഒരുക്കി മലപ്പുറം ഫോക്കസ് ഗ്രൂപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ. വേനൽ കടുത്തതോടെ കുളങ്ങളും തോടുകളും വറ്റിയ സാഹചര്യത്തിലാണ് പക്ഷികൾക്ക് വിദ്യാർത്ഥികൾ കരുതലാകുന്നത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി. കാഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി ഇടുക്കി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതാണ് പദ്ധതി. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലിയാട് പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ കല്ലുകൾ ഇളകുകയും കോൺക്രീറ്റ് ഭാഗങ്ങൾ തകരുകയും ചെയ്തു. പ്രളയകാലത്ത് ശക്തമായി വെള്ളം കുത്തിയൊലിച്ചതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ഭീമമായ കോർട്ട് ഫീ വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഇടുക്കി ദേവികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ദേവികുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NC രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത്. നേരത്തെ 204 ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ സജ്ജമാക്കുക. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. വിവിധ സർവീസ് സംഘടനകളുടെയും പ്രിൻസിപ്പലിന്റെയും ആഹ്വാനപ്രകാരം നിരവധി മെഡിക്കൽ കോളേജ് ജീവനക്കാരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു.
കുട്ടയോട്ടം മവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി ശങ്കുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂരപ്പന് വഴിപാട് സമർപ്പണമായി സ്വർണ്ണ കിരീടം നൽകി തമിഴ്നാട് കല്ലാക്കുറിച്ചി സ്വദേശി കുലോത്തുങ്കൻ. 36 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കിരീടമാണ് സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ കിരീടം ഏറ്റുവാങ്ങി. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്തിലെ കണിവെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിഷുവിനോടനുബന്ധിച്ച് എന്റെ വീട്ടിലും കണിവെള്ളരി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വെള്ളരി കൃഷി. വിളവെടുപ്പ് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണ്ണോത്തുംചാൽ ബിഷപ്പ് ഹൗസിനടുത്തുള്ള വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് 100 കണക്കിന് കൃഷ്ണവിഗ്രഹങ്ങളാണ്. വിവിധ മാതൃകകളിൽ മനോഹരമായ കൃഷ്ണവിഗ്രഹങ്ങൾ ഒരുക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് വിഗ്രഹങ്ങളുടെ നിർമ്മാണം. 100 രൂപ മുതൽ 1800 രൂപ വരെ വിലകളിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. തൃശൂരിൽ പ്രസിദ്ധമായ കാരമുക്ക വിഷുപൂരത്തിന് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ കൊടിയേറി. മേൽശാന്തി സിജിത്ത് കാർമ്മികനായി ഏപ്രിൽ 14-നാണ് വിഷുപൂരം. ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ കൂട്ടിയെഴുന്നള്ളിപ്പിന് തിടമ്പേറ്റും. പുലർച്ചെ 4-നാണ് രാത്രിപൂരം എഴുന്നള്ളിക്കുക. തൃശൂർ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വാല്യുവേഷൻ ക്യാമ്പിൽ വേറിട്ട ലഹരി വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചു. പരിപാടിയിൽ ക്യാമ്പിൽ അധ്യാപകർക്ക് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ ചില്ലിപ്പടി സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് സൈജു മാസ്റ്റർ മീനുകളും അക്വേറിയവും നൽകി. മണപ്പുറം വയോജനക്ഷേമ സമിതിയുടെ CK ചന്ദ്രപ്പൻ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു. പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള CK ചന്ദ്രപ്പൻ സ്മൃതി അവാർഡ് CC മുകുന്ദൻ MLAക്ക് സമ്മാനിച്ചു. കെ രാധാകൃഷ്ണൻ MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എടയൂർ P കമ്മുക്കുട്ടി മാസ്റ്റർ 1-ാം അനുസ്മരണ സമ്മേളനം എടയൂർ SVALP സ്കൂളിൽ സംഘടിപ്പിച്ചു. KPA മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ആനക്കര പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് മുസ്ലിം ലീഗ് ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി. ആനക്കരയിലെ ഭരണസമിതിയിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ലീഗിനെ മറയാക്കി തങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം കല്ലിയൂർ പഞ്ചായത്തിൽ സംയോജിത നീർത്തട പരിപാലനത്തിന്റെ ഭാഗമായി നീർത്തട യാത്രാ പദ്ധതിക്ക് തുടക്കമായി. കല്ലിയൂർ പഞ്ചായത്തും കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡും വെള്ളായണി കാർഷിക കോളേജും സംയുക്തമായാണ് നീർത്തട യാത്ര സംഘടിപ്പിച്ചത്. അഞ്ചു ദിവസത്തിനു ശേഷം വീണ്ടും കുതിച്ചുയർന്ന് സ്വർണ്ണവില പവന് 520 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 66,000 കടന്നു. ഏപ്രിൽ 4 മുതൽ സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. വെറും 4 ദിവസം കൊണ്ട് 2,680 രൂപ സ്വർണ്ണത്തിന് കുറഞ്ഞിരുന്നു. സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഇന്ന് വില വർദ്ധിച്ചത്. കേരളത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഓരോ 3 കെട്ടിടങ്ങളിലും 1 സ്ത്രീകളുടെ ഉടമസ്ഥതയിലാണെന്ന് റിപ്പോർട്ട്. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ് പുറത്തിറക്കിയ ബിൽഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് 2022-23 റിപ്പോർട്ടിലാണ് കണക്കുകൾ. ഈ കാലയളവിൽ 4.31 ലക്ഷം പുതിയ കെട്ടിടങ്ങളാണ് കേരളത്തിൽ സ്വകാര്യ ഉടമസ്ഥതയിൽ നിർമ്മിക്കപ്പെട്ടത്. ഇതിൽ 2.77 ലക്ഷം പുരുഷന്മാരുടെ ഉടമസ്ഥതയിലും 1 ലക്ഷം കെട്ടിടങ്ങൾ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുമാണ്. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് ലൈവ് ഉപയോഗിക്കുന്നത് വിലക്കി മെറ്റ. മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ലൈവ് ഉപയോഗിക്കുക, ഡയറക്റ്റ് മെസ്സേജിൽ ബ്ലർ ചെയ്യാതെ നഗ്നദൃശ്യങ്ങൾ പങ്കിടുക തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ഫീച്ചറുകളാണ് മെറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. കൗമാരപ്രായക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് മെറ്റയുടെ പുതിയ നടപടി. ഉപയോക്താക്കളുടെ സ്വകാര്യത മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങി വാട്സ്ആപ്പ്. മീഡിയ സേവിംഗുമായി ബന്ധപ്പെട്ടാണ് വാട്സ്ആപ്പിന്റെ പുതിയ ഫീച്ചർ. അയക്കുന്ന ഫോട്ടോകളും വീഡിയോകളും സ്വീകർത്താവിന്റെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യുന്നത് ഈ ഫീച്ചർ തടയും. ലോകമെമ്പാടും 350 കോടിയിലധികം ഉപയോക്താക്കളുള്ള മെറ്റയുടെ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പാണ് വാട്സ്ആപ്പ്. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.